പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെയുള്ള ഒരു മനോഹരമായ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. പാലക്കാടിന്റെ ഗ്രാമീണ സൗന്ദര്യം പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ചധികം വീഡിയോസാണ് തുടർന്നുള്ള എപ്പിസോഡുകളിലായി നിങ്ങളിലേക്ക് എത്തുന്നത്. പച്ചവിരിച്ച പാടവും അതിന് നടുവിലൂടെയുള്ള വഴിയും, വഴി കടന്നെത്തുമ്പോൾ നേരെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന ആൽമരവും, അതിന് പിന്നിലായി ചെറിയ ക്ഷേത്രവും, അതിനും പിന്നിലായി റെയിൽവേ ട്രാക്കും അതിലൂടെ പോകുന്ന ട്രെയിനും. ഈ കാഴ്ചകളൊക്കെ തന്നെയാണ് വിശ്വാസികളെയും സഞ്ചാരികളെയും ഒരുപോലെ ഇവിടേക്ക് ആകർഷിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വളരെ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു ചെറിയ യാത്ര നമ്മുടെ കേരളത്തിനകത്ത് തന്നെയുള്ള വളരെ മനോഹരമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജില്ലയിലാണ്, അതായത് നമ്മുടെ പാലക്കാട്ടാണ് നമ്മളിപ്പോൾ. പാലക്കാട് തന്നെ വെടിക്കെട്ട് കൊണ്ടൊക്കെ വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമുണ്ട്, നമ്മുടെ ഉത്രാളിക്കാവ്. അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് അങ്ങോട്ട് പോയി പരിചയപ്പെടാം. എന്തായാലും നല്ലൊരു ലൊക്കേഷനാണ്, നല്ല പച്ചപ്പ് വിരിച്ച പാടത്തിന് നടുവിൽ ചെറിയൊരു ക്ഷേത്രം. പാലക്കാടൻ യാത്രയുടെ തുടക്കം നമ്മൾ ഉത്രാളിക്കാവിൽ നിന്ന് ആരംഭിച്ചത് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെയും പരിസരത്തിൻ്റെയും ഭംഗി ഒന്നുകൊണ്ട് തന്നെയാണ്. വടക്കഞ്ചേരിയിലെ യങ്കക്കാട് എന്ന ഗ്രാമത്തിലാണ് ഉത്രാളിക്കാവ് സ്ഥിതി ചെയ്യുന്നത്. രുദ്ര മഹാകാളികാവ് എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മച്ചാട് തിരുവാണിക്കാവുമായി ഈ ക്ഷേത്രം ഈ ക്ഷേത്രങ്ങൾ സഹോദര ദേവാലയങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുകയും ഉത്സവങ്ങൾ ഒരുമിച്ച് നടത്തുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ സാരഥി. അപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്. ഇതാണ് നമ്മുടെ ഷിബുളിയൻ, നമ്മുടെ വിനീതിൻ്റെ അളിയനാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു യാത്രയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത്. നിനക്കൊന്നും പറയില്ലേ? എനിക്കൊന്നും പറയാനില്ല. എല്ലാ പാർട്ടും കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അമ്പലം അടച്ചേക്കുകയാണ്. നമ്മൾ പിന്നെ കറക്റ്റ് സമയത്തൊന്നും വരത്തില്ലല്ലോ, നല്ല വെയിലും ഉണ്ട്. പിന്നെ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. ഉത്രാളിക്കാവ് പൂരം എന്നത് കേരളത്തിലെ തന്നെ മനോഹരമായ പൂരങ്ങളിൽ ഒന്നാണ്. ഉത്സവം പോലെ തന്നെ പേര് കേട്ടതാണ് ഉത്രാളിക്കാവ് വെടിക്കെട്ടും. പൂരപ്രേമികളുടെയും സിനിമക്കാരുടെയും ഇഷ്ടസ്ഥലം കൂടിയാണ് ഉത്രാളിക്കാവ്. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. കൊച്ചിൻ ദേവസ്വത്തിന് കീഴിലാണ് ഈ ക്ഷേത്രം ഇപ്പോഴുള്ളത്. ഇത് തൃശ്ശൂരാണോ അതോ പാലക്കാടാണോ, അതോ രണ്ടിൻ്റെയും ബോർഡറായിട്ട് വരുമോ? വടക്കഞ്ചേരി എന്ന് പറയുമ്പോൾ തൃശ്ശൂരിൻ്റെ ഭാഗമായിരിക്കും. അല്ല, പാലക്കാടിൻ്റെ ഭാഗമായിരിക്കും. അല്ല തൃശ്ശൂരിൻ്റെ ഭാഗം. തൃശ്ശൂരിൻ്റെ ഭാഗമാണ്. ഓക്കെ, നമ്മളിപ്പോൾ അത്രയും പത്തനംതിട്ടയിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അറിയില്ല. ഇപ്പോൾ ചോദിക്കാനെന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയും കാണുന്നുമില്ല. വിനീതേ, എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു വൈബ്? ഒന്നും പറയാനില്ല. പക്ഷെ രാവിലെ നമ്മൾ വരേണ്ടതായിരുന്നു, വൈകുന്നേരമാണ് അതിൻ്റെ ഭംഗി വൈബ്. എന്തായാലും ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാടത്തിൻ്റെ നടുക്ക് എങ്ങനെയൊരു ക്ഷേത്രം. ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ തദ്ദേശീയ പാരമ്പര്യങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും വാതിലുകൾ തുറക്കുന്ന ഇവിടുത്തെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്താറുണ്ട്. ക്ഷേത്രത്തിന് തൊട്ടടുത്തു കൂടി കടന്നു പോകുന്ന റെയിൽവേ ട്രാക്കും അതിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള ക്ഷേത്രത്തിന്റെ ഭംഗിയും വളരെ മനോഹരമാണ്.
പാലക്കാടിൻ്റെ കൂടുതൽ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരേക്കും നിങ്ങൾക്കെൻ്റെ നമസ്കാരം.